Hello guys, welcome to my YouTube channel. So, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഗൂഗിൾ പിക്സൽ 7 Pro വേഴ്സസ് നമ്മുടെ സാംസങ് ഗാലക്സി S22 Ultra കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമിംഗ് റിവ്യൂ ആണ്. സോ നമ്മുടെ ഗൂഗിൾ പിക്സൽ 7 Pro ടെൻസർ G2 നമ്മുടെ ഗാലക്സി S22 Ultrയ്ക്ക് വരുന്ന 8 Gen 1 ആണ്. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 888ന്റെ അടുത്ത് പെർഫോമൻസ് വരുന്നതാണ് ഗൂഗിൾ ടെൻസർ G2 ബിക്കോസ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പിക്സൽ ലൈക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ്. ദാറ്റ് മീൻസ് ക്യാമറ പ്ലസ് പിക്സൽ ലൈക്ക് എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഡിഫറൻ്റ് ആയിട്ട് അവർക്ക് ഒപ്റ്റിമൈസേഷൻ ഈസിക്ക് വേണ്ടി അവർ ഗൂഗിളിന്റെ ടെൻസർ G ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ്. സോ രണ്ടും ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ പോവാണ്. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ കോൾ ഓഫ് ഡ്യൂട്ടി. സോ സെയിം ടൈം തന്നെ രണ്ടിലും ഓപ്പൺ ചെയ്യാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ആൻഡ് ഞാൻ ഫേസ് ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പിക്സൽ 7 പ്രോയ്ക്ക് ആസ്പെക്ട് റേഷ്യോയുടെ ചെറിയ ഇഷ്യൂസ് എനിക്ക് രണ്ടുമൂന്നാണ് ഫീൽ ചെയ്തു. ബിക്കോസ് ഇത് ലോഡ് ആകുമ്പോൾ വേറെ ആസ്പെക്ട് ദാറ്റ് മീൻസ് ചെറിയ സ്ക്രീനിൽ പ്ലേ ആയിട്ട് പിന്നെ നമ്മളൊന്ന് റീലോഡ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ഇടയ്ക്ക്. നമുക്ക് ഇത് തവണ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ കണ്ടോ, ഇതാണ് നമ്മുടെ ഗൂഗിൾ പിക്സൽ 7 പ്രോയുടെ ഇഷ്യൂ. കണ്ടോ, പക്ഷേ വൺ ടൈം ഇഷ്യൂ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോഴുണ്ടോ നമ്മുടെ ഇത് ചെയ്യേണ്ടത് ചെറിയ സ്ക്രീനിൽ നമുക്ക് മാത്രം പിന്നെ ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ റീലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ സ്ക്രീൻ തന്നോളൂ. ബാക്കി കണ്ടത് ഇപ്പോഴും ചെറിയൊരു ആസ്പെക്ട് റേഷ്യോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്, പക്ഷെ അത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ആൻഡ് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. മീൻസ് വേറൊരു ഫോൺസിനെ അങ്ങനെ ഫേസ് കണ്ടിട്ടില്ല. ആൻഡ് ഓക്കെ, ഇത് ഇപ്പോൾ ശരിയായിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. കണ്ടോ വൺസ് അപ്പോൾ എല്ലാ ടൈമും ആദ്യത്തെ തവണ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വരും. സോ നമുക്ക് ഡയറക്റ്റായിട്ട് സെറ്റിംഗ്സിൽ പോകാൻ രണ്ടിന്. സോ സെറ്റിംഗ്സ്, ഓഡിയോ ആൻഡ് ഗ്രാഫിക്സ് നമ്മുടെ ഗാലക്സി S22 Ultraയിലും. സോ ഇപ്പോൾ കിടക്കണം ഗ്രാഫിക് ക്വാളിറ്റി മാറ്റിയിട്ട് ഞാൻ എല്ലാം ടോപ്പ് ആൻഡ് ആക്കും കേട്ടോ, വെരി ഹൈ ആക്കി. ആൻഡ് അൾട്ര വരെ ഓപ്ഷൻ അവൈലബിൾ ആണ്, നമുക്കിതും വെരി ഹൈ ആക്കാം. ആൻഡ് ഓക്കെ, സോ അൾട്ര MP ഇടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ഇട്ട് പോകും. സോ പിന്നെ തൊട്ട് താഴെയുള്ള മാക്സിൽ ഇടാം, മാക്സും വെരി ഹൈ ആക്കാം. ഓക്കെ, സപ്പോർട്ടാണ് വെരി ഹൈയും മാക്സും. ഓക്കെ, സോ വെരി ഹൈയും മാക്സ് ഇട്ടാണ് നമുക്ക് കളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗൂഗിൾ പിക്സൽ 7 Pro തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആൻഡ് ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ മോണിറ്റർ. ആൻഡ് താഴത്തെയാണ് നമ്മുടെ FPS മോണിറ്ററാണ് നടക്കുന്നത്. ഓക്കെ, so let's start. Okay. 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 Okay, done. സോ ഗൈസ് FPS അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിരുന്നു. ആൻഡ് 35 40 ആയിട്ടുണ്ട് കറക്റ്റ്. ഓക്കെ, സോ നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് നമുക്കിനി നമ്മുടെ ഗാലക്സി S22 Ultra നോക്കാം. ഓക്കെ, സോ ഗൈസ് ഗാലക്സി S22 Ultra ഇവിടെയാണ് നമ്മുടെ FPS മോണിറ്റർ. ഞാൻ ഇവിടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ മോണിറ്റർ ഇട്ടേക്കണേ. ഓക്കെ,
So it's done. സോ ഇനി ഞാൻ രണ്ടിലും കുറച്ച് നേരം കൂടെ രണ്ടിലും ഗെയിംസ് ഒരു സെഗ്മെൻറ്റിന് കളിച്ചിട്ട് നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ നോക്കിയിട്ട് ഞാൻ വേർഡിക്റ്റ് പറയാം. സോ ഞാൻ രണ്ടിലും നെക്സ്റ്റ് ഡൊമിനേഷൻ എന്ന് വെച്ചാൽ ലെങ്ത് ഉള്ളതാണ്. സോ ഡൊമിനേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പിക്സൽ 7.1 പോകാൻ ഡൊമിനേഷൻ ക്രാഷ്. ഓക്കെ, സോ ഞാൻ ഫൈനൽ വേർഡിക്റ്റ് മാത്രം പറയാം. ഇപ്പോൾ ടെമ്പറേച്ചർ 40 ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ഗെയിം സെറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 40 ആയിട്ടുണ്ട്. നോക്കാം F53 വരെയൊക്കെ വന്നിട്ടുണ്ട്, ഡ്രോപ്പ് ആയിട്ടോ ജസ്റ്റ് പെട്ടെന്ന്. സോ ഗൈസ് ടെമ്പറേച്ചർ 42 ഡിഗ്രി ആയിട്ടാണ്. അതിൻ്റെ നമ്മുടെ ഈ ഫ്രെയിം ഈ ബാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വാമുണ്ട് ഇപ്പോൾ. ഓക്കെ ഗൈസ് ടെമ്പറേച്ചർ 43 ഡിഗ്രി ആയിട്ടുണ്ട്. 53 വരെയൊക്കെ FPS ഡ്രോപ്പ് ആയിട്ട്, പക്ഷേ ഫോണിന് നമുക്ക് പിടിച്ച് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പിടിച്ച് കളിക്കാൻ പറ്റും, കാരണം നല്ല രീതിയിൽ ഫോണിലൂടെയൊക്കെ ഈ ഫ്രെയിം ബാക്കൊക്കെ നല്ല രീതിയിൽ വാമായിട്ടുണ്ട് നമ്മുടെ പിക്സൽ 7 പ്രോയുടെ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് കളിച്ചപ്പോഴുള്ള മാക്സിമം സെറ്റിംഗ്സ് കളിച്ചപ്പോഴാണ് 43 ഡിഗ്രി സെൽഷ്യസ് തോന്നുന്നത്. സോ ഒരു 30 മിനിറ്റ്സ് അടുത്ത് വരെ കുഴപ്പമില്ല. സോ നമ്മൾ എത്ര മാക്സിമം സെറ്റിംഗ്സിന് പിന്നെ കുറച്ച് വാമപ്പ് നമ്മൾ ആദ്യം ചെയ്യാറുണ്ട്. സോ അപ് ടു 30 മിനിറ്റ്സ് വരെ ഓക്കെയാണ്. അതിനുശേഷം നമുക്ക് കളിക്കാനേ പറ്റില്ല. ദറ്റ് മീൻസ് ഒരു പ്രിസൈസ് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സെറ്റിംഗ്സ് ഒരു 20-25 മിനിറ്റ്സ് വരെയാണ് മാക്സിമം ഒറ്റ സ്ട്രെച്ചിൽ കളിക്കാൻ. ഇത് നമുക്ക് കുറച്ച് ഫ്രീക്വന്റ് ബ്രേക്സ് എടുക്കണം. സോ നമുക്ക് ഗാലക്സി S22 Ultrയുടെ മാക്സിമം നോക്കാം. സോ S22 Ultra 38 നിൽക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെച്ച് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോ ഈ സെയിം സമയത്ത് നമ്മുടെ ഗാലക്സി S22 Ultra 39 ഡിഗ്രി 40 ഡിഗ്രി എത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് ഇത് 43 ആയിട്ടുണ്ടായിരുന്നു. സെയിം ടൈമിൽ 39 ആയിരുന്നു. ഇപ്പോൾ ജസ്റ്റ് 40 കുറച്ചാണ് കഴിയുമ്പോൾ 40 ആയിട്ടുണ്ട്. ഓക്കെ, സോ 14, 43 ആൻഡ് 56 FPS വരെയാണ് ഏറ്റവും കുറഞ്ഞാണ്. ഇതിന് നമുക്ക് 53 FPS ആണ് നമ്മുടെ പിക്സൽ 7 Pro കണ്ടത്. ഓക്കെ, സോ ഒരു ഞാൻ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ്സ് അടുത്ത് വരെ നമ്മുടെ ഗാലക്സി S22 Ultra ഒരു കല്ലൻ นิയർ 1 hour ഒരു കിട്ടുന്ന പെർഫോമൻസ് S22 Ultra വരും. നോ ഇഷ്യൂസ്. ഒരു അത്യാവശ്യം ഒരു 55 അറൗണ്ട് FPS വരെ ഒരു 50 മിനിറ്റ്സ് അറൗണ്ട് നമുക്ക് കിട്ടും. ആൻഡ് ടെമ്പറേച്ചർ ടോപ്പ് വന്നിരിക്കണം 41-42 ഡിഗ്രി അറൗണ്ട് ആണ് എത്ര നേരം കളിച്ച് കഴിഞ്ഞാലും. ആൻഡ് ഇവിടെ വന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 43 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ കൈ പിടിച്ച് കളിക്കാനും പറ്റില്ല. ഇത് വാമായിട്ടുണ്ട്, പക്ഷേ വാം എന്ന് പറയാൻ പറ്റില്ല, ഹീറ്റ് ഭയങ്കരമായിട്ട് വാമായിട്ടുണ്ട്, ലൈറ്റ് ഒരു വാമായിട്ടുള്ളൂ S22 Ultra. സോ കാരണം ഇത് 8 ആണോ, അത് നമ്മുടെ ടെൻസർ G2 ആണോ, ഒരു 888 അടുത്ത പെർഫോമൻസ്. സോ ഒക്കേഷണൽ ഗെയിമറാണ്. മീൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ 1 hour ഗെയിം കളിക്കാനില്ലെങ്കിൽ ഇത് ഒരു ഇഷ്യൂസില്ല. മാക്സിമം സെറ്റിംഗ്സിലും പക്കയായിട്ട് വർക്ക് ചെയ്യും. അപ് ടു പ്രിസൈസ് പറഞ്ഞാൽ 25 മിനിറ്റ്സ് വരെ ഇത് പക്കയാണ്. ആൻഡ് ഇത് 50 മിനിറ്റ്സ് വരെ പക്കയാണ്. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.